ഹലോ ഗൈസ്, അങ്ങനെ ഫൈനലി ഞാനും വായ 2 എന്ന പടം കണ്ടു. ഫസ്റ്റ് ഡേ ഇറങ്ങിയപ്പോൾ തന്നെ കാണാമെന്ന് വിചാരിച്ച പടമായിരുന്നു. ഫസ്റ്റ് ഡേ ഇറങ്ങിയപ്പോൾ എല്ലാ സ്ഥലത്തും പോസിറ്റീവ് റിവ്യൂ മാത്രമേ കേൾക്കാനുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് പെയ്ഡ് റിവ്യൂ ആയിരിക്കും, ഏഹ് 2 ദിവസം കഴിഞ്ഞിട്ട് പടത്തിനെ കുറിച്ച് എന്താ അഭിപ്രായം അറിഞ്ഞിട്ട് കാണാം. പക്ഷേ പിന്നെ അങ്ങോട്ടും ഈ പടത്തിനെ കുറിച്ച് പോസിറ്റീവ് മാത്രമേ ഉള്ളൂ, നെഗറ്റീവ് ഒരു സ്ഥലത്തും ആരും പറയുന്നില്ല. അപ്പോൾ എന്തായാലും പടം കാണാൻ വിചാരിച്ചു. അങ്ങനെ പടം കണ്ടു. ഈ എല്ലാവരും പറയും പോലെ ഈ പടത്തിനെ കുറിച്ച് പോസിറ്റീവ് റിവ്യൂ പറയാനുണ്ടെന്ന് ചോദിച്ചാൽ പോസിറ്റീവ് മാത്രമേ പറയാനുള്ളൂ, നെഗറ്റീവായിട്ട് ഒന്നും പറയാനില്ല. അത് കാരണം അത്രയ്ക്കും ഗംഭീരമാണ് ഈ പടം. നമ്മളെ ഫസ്റ്റ് ഹാഫൊക്കെ നമ്മളെ ഒരുപാട് ചിരിപ്പിച്ച് നല്ലൊരു എൻഗേജ് ലെവലിൽ കൊണ്ടുപോയിട്ടാണ് ഇതിൻ്റെ ഇൻ്റർവെൽ വരുന്നത്. പീക്ക് ലെവൽ എത്തിയിട്ടാണ് ഇൻ്റർവെൽ വരുന്നത്. സെക്കൻഡ് ഹാഫിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഇമോഷണലി ടച്ച് ചെയ്യിക്കുന്ന കുറേ സീനുകളുണ്ട്. എന്തായാലും പടം അടിപൊളിയാണ്, ഒരു നെഗറ്റീവ് കമൻറ്റ് പോലും പറയാനില്ല. അത്രയ്ക്കും ഗംഭീരമാണ്. ആഷിറും ടീമും അടിപൊളി തകർത്ത് അഭിനയിച്ച ഈ പടത്തിൽ. പിന്നെ ഈ പടത്തിനെ കുറിച്ച് പറയാനുള്ളത് വെച്ചാൽ നമ്മുടെ ബിജുക്കുട്ടൻ്റെ അഭിനയമാണ്. ബിജുക്കുട്ടൻ ഈ പടത്തിൽ ഗംഭീരമായി അഭിനയിച്ചു. അതിൽ ബിജുക്കുട്ടൻ്റെ ഏറ്റവും നമ്മൾ ടച്ച് ചെയ്ത് നമ്മളെ കരയിപ്പിക്കുന്ന ഒരു സീനുണ്ട്. നമ്മളിപ്പോൾ എല്ലാ വിഷുവിനും നമ്മൾ ഇപ്പോൾ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ടല്ലോ, ഒരാൾ പടം പൊട്ടിച്ച് ഓടുമ്പം വരുന്ന, അത് ഇപ്പോൾ എല്ലാ വിഷുവിനും നമ്പർ 1 ആയി ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ആണ്. പക്ഷെ ഇനിയിപ്പോൾ ആ വീഡിയോ ഇറങ്ങിക്കഴിഞ്ഞാൽ ആരും ചിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ പടം കണ്ടവർക്ക് അതിൻ്റെ ഇമോഷണൽ വശം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. കാരണം നമ്മളൊക്കെ ആ വീഡിയോ കാണുമ്പോൾ ആ ഒരാൾ വെക്കുമ്പോൾ നമ്മൾ പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അതൊരു കോമഡി ഐറ്റമായിട്ട് നമ്മൾ കണ്ടത്. പക്ഷേ അതിൻ്റെ മറുവശം എന്താണെന്ന് ഈ പടത്തിൽ ഈ ടീം കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അത് ഭയങ്കരമായി നമ്മളെ ടച്ച് ചെയ്തിട്ടുണ്ട്. ആ സീനൊക്കെ കണ്ട് പലരും തിയേറ്ററിൽ നിന്ന് കരയാണ് ചെയ്തത്. അപ്പോൾ ഇനി എന്തായാലും ആ വീഡിയോ ഇറങ്ങുമ്പോൾ ആരും പൊട്ടിച്ചിരിക്കുകയോ അല്ലെങ്കിൽ അത് ട്രെൻഡ് ലിസ്റ്റിൽ കൊണ്ടുവരാൻ നോക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയ്ക്കും ഗംഭീരമായിട്ടാണ് ആ സീൻ ഇതിൽ റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ എൻ്റെ ഫസ്റ്റ് ഹാഫ് പറയുമ്പോൾ ഫസ്റ്റ് ഹാഫിൽ ഒരു അടിപൊളി ഒരു കോമഡി സീൻ ഉണ്ട്. അമീനും പിള്ളേരും അതുപോലെ തന്നെ ആഷിറും പിള്ളേരും തകർത്ത് അഭിനയിച്ചൊരു സീൻ. അത് നമ്മളെ തിയേറ്റർ സീനാണ് കേട്ടോ. ഒരു 10 മിനിറ്റോളം ഉണ്ടാവും സീന്. അത് അതിഗംഭീരമായിട്ട് കോമഡിയോട് ഫുള്ള് തിയേറ്റർ ഫുള്ള് പൊട്ടിച്ചിരിക്കുന്ന രീതിയിൽ ഈ ടീമിനെ അവതരിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. അതൊക്കെ നല്ല അടിപൊളി സീനായിരുന്നു കേട്ടോ. അതുപോലെ ആഷിറൊക്കെ റീൽസിലൂടെ വന്നതാണ്. ആ റീൽസിലൂടെ വന്ന ഒരാൾക്ക് പെട്ടെന്നൊരു സിനിമയിലേക്കൊരു ഹീറോ വേഷം കിട്ടുമ്പോൾ അതെങ്ങനെ അഭിനയിച്ച് തകർക്കാൻ പറ്റുമെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ആഷിറിൻ്റെയും അലൻ്റെയും വിനായകൻ്റെയും അതുപോലെ അജിൻ്റെ ഒക്കെ അഭിനയം കണ്ടപ്പോൾ ഒരു രക്ഷയില്ല. അവർ ഫസ്റ്റ് ആയിട്ട് വന്നിട്ട് അഭിനയിക്കാന്ന് തോന്നുന്ന രീതിയിലേ അല്ല, ഒരു ബിഗ് സ്ക്രീനിൽ മുന്നേ വന്ന് അഭിനയിച്ച് തകർത്ത പോലെ തന്നെ ആ ലെവലിലാണ് ഇവർ ഓരോ പെർഫോമൻസ്. എന്തായാലും പടം എല്ലാവരും തിയേറ്ററിൽ പോയിരുന്ന് കാണണം, അത്രയ്ക്കും അടിപൊളിയാണ്. നിങ്ങൾ ഫ്രണ്ട്സായിട്ടിരുന്ന് പോയി കാണുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു അടിപൊളി വൈബ് കിട്ടും. പടത്തിനെ കുറിച്ച് അത്രയ്ക്കും ഗംഭീരമാണ്. എന്തായാലും പിള്ളേർ അടിപൊളി തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. 2.25 മണിക്കൂർ വരെ പടം കേട്ടോ. പക്ഷെ ഒരു ലാഗും ഇല്ലാണ്ട് കണ്ടു തീർക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി പടമാണ് കേട്ടോ. അതിൽ ഇന്റർവെൽ സീനിൽ നമ്മളെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് അൽഫോൺസ് പുത്രൻ വരുന്നുണ്ട്. ആകെ 10 മിനിറ്റ് സീനുള്ളൂ അൽഫോൺസ് പുത്രൻ. പക്ഷെ 10 മിനിറ്റ് സീനും കിട്ടിയ കഥാപാത്രം നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ അൽഫോൺസ് പുത്രനെ പറ്റിയിട്ടുണ്ട്. അതുപോലെ ഇതിൽ അജു വർഗീസ് ഉണ്ട്, വിജയ് ബാബു ഉണ്ട്. അവർക്കൊക്കെ കിട്ടിയ റോളൊക്കെ നല്ല ഗംഭീരമായിട്ട് അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതവുമായി റിലേറ്റ് ചെയ്യാവുന്ന ഒരു ഇൻസിഡന്റ് ഈ പടത്തിലുണ്ടാവും. ചിലപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ നടന്നതോ അല്ലെങ്കിൽ ഇനി നടന്നുകൊണ്ടിരിക്കുന്നതോ ഇനി നടക്കാനിരിക്കുന്നതോ ആവാം. അതൊക്കെ തന്നെയാണ് ഈ പടത്തിന്റെ വിജയം. അതുകൂടാതെ തന്നെ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ കൂടെ കണ്ട് നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ആഷിറും ടീമും അതുപോലെ അമീനും ടീമും അവരുടെയൊക്കെ പെർഫോമൻസ്, ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വായ 2 എന്ന പടത്തിന് വെയിറ്റ് ചെയ്തിരുന്നത്. എന്തായാലും പടം അതിഗംഭീരമാണ്. ഇനിയിപ്പോൾ തിയേറ്ററിൽ പോയി കാണാത്തവർ മസ്റ്റായിട്ട് തിയേറ്ററിൽ പോയി തന്നെ ഇരുന്ന് പടം കാണുക. കാരണം നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ അല്ല നമ്മുടെ ഫാമിലിയുടെ കൂടെ അടിച്ച് പൊളിച്ച് കാണാൻ പറ്റിയൊരു പടം കേട്ടോ വായ 2. അപ്പോൾ ആരും മിസ് ചെയ്യരുത്. നമ്മൾ ഒ ടി ടിയിൽ വന്നിട്ട് കാണാമെന്ന് വെച്ചിരുന്നാൽ നമുക്ക് ആ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് മിസ്സായി പോകുന്നത്. അപ്പം ഇനി കാണാത്തവർ ആരൊക്കെ ഉണ്ടോ അവരെല്ലാം തിയേറ്ററിൽ പോയിരുന്ന് പടം കാണുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.